الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا أشرف مولود صلى الله على محمد وعلى آله ما سبح ملك في سجود اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى صدق الله العلي العظيم. സ്നേഹവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുകയും പാപങ്ങൾ പുറത്തു തന്ന് അവൻ്റെ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന റിസ്ഖുകൾ ധാരാളമുണ്ട്. അത് ഭക്ഷണം മാത്രമല്ല, പണം മാത്രമല്ല, നാം അധ്വാനിച്ചുകൊണ്ട് നേടുന്നതും അല്ലാത്തതുമായ ധാരാളം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖായി നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ 99 വിശേഷനാമങ്ങളിലൊരു നാമമാണ് റസ്സാഖ്, റിസ്ഖ് നൽകുന്നവൻ, നന്നായി നൽകുന്നവൻ എന്നാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ റിസ്ഖാണ്. ആ റിസ്ഖുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു എന്നുള്ളത്. അപ്പം ആ റിസ്ഖ് നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് അത് നമുക്ക് ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ യാതൊരു സംശയമല്ല. കാരണം നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം, നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകണം. നാം ആരെയാണോ പരിപാലിക്കുന്നത് അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്താൻ നമുക്ക് അള്ളാഹു തരുന്ന റിസ്ഖ് ആവശ്യമാണ്. പക്ഷേ ഈ റിസ്ഖ് നാം നേടുന്നത് ആത്യന്തികമായി നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, നമ്മുടെ യോഗ്യതകൾ കൊണ്ട് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ വലിയ വിവരമുള്ള ഒരാൾക്കായിരിക്കണം കൂടുതൽ പണം ഉണ്ടാവേണ്ടത്, അയാൾക്കായിരിക്കണം കൂടുതൽ റിസ്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റിസ്ക് ദുനിയാവിൽ ലഭ്യമാകുന്നതിന് പ്രത്യേകിച്ച് എന്താണ് അതിൻ്റെ ഹിക്മത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഒരൊറ്റ ഉത്തരം പറയാൻ കഴിയുകയില്ല. ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയാനേ ഈ വിഷയത്തിൽ സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ അന്താളിച്ചു പോകും, നമുക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഉത്തരം പറയാൻ കഴിയില്ല. ഈ റിസ്ക് എങ്ങനെ ലഭ്യമായി? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചില വഴികൾ പറഞ്ഞിട്ടുണ്ട്. ആ വഴികളിലൂടെയാണ് നാം റിസ്ക് കരസ്ഥമാക്കേണ്ടതും, അല്ലെങ്കിൽ റിസ്ക് കിട്ടാനുള്ള വഴികൾ അതാകുന്നു എന്നും പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് 6 വഴികളാണ്. ഈ 6 വഴികൾ മാത്രമാണ് അതിൻ്റെ മാർഗങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഖുർആനിൽ നിന്ന് ലഭ്യമായിട്ടുള്ള 6 വഴികളിൽ കുറേ വഴികളിൽ 6 മാത്രം ഇവിടെ പറയുന്നു എന്ന് മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിൻ്റെ മാർഗമായി, റിസ്ഖ് ലഭിക്കാനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്ന ഒരു കാരണമാണ് തഖ്വയുള്ളവരാവുക എന്നുള്ളത്. അപ്പോൾ നേർക്ക് നേരെ തന്നെ തഖ്വയുണ്ടായാൽ റിസ്ഖ് ലഭ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഭൗതികമായി ആലോചിച്ചാൽ അത് അതിൻ്റെ വഴിയല്ല. നമ്മുടെ കഴിവ് വേണം, അധ്വാനം വേണം, പരിശ്രമം വേണം. അങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടുന്ന കൂലിയോ അല്ലെങ്കിൽ അതിൻ്റെ ലാഭമോ ഒക്കെ ആയിട്ടാണ് റിസ്ഖിനെ നാം കാണാറുള്ളത്. അവിടെ തഖ്വക്ക് എന്താണ് സ്ഥാനം എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയായി, മാർഗമായി
അല്ലെങ്കിൽ അതിൻ്റെ കാരണമായി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ഖുർആൻ ഇപ്രകാരം പറയുന്നു: വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ, അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു അവനൊരു മഖ്റജ് നൽകുന്നതാണ്. മഖ്റജ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു തുറവി, പുറത്തേക്ക് കടക്കാനുള്ള വഴിയാണത്. മഖ്റജ് എന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ഒരു വഴി. ഇനി കുടുങ്ങൊന്നും വേണ്ട, നമുക്കൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്ന് കുതിക്കണമല്ലോ, അതിനൊരു വഴി വേണം. അങ്ങനെ ഒരു മഖ്റജ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിക്കുന്നവർക്ക്, അവനിൽ തഖ്വ വെച്ച് പുലർത്തുന്നവർക്ക് നൽകുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അതിന് തുടർന്ന് പറയുന്ന കാര്യമാണ്, അവർ പോലും വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വഴികളിലൂടെ അള്ളാഹു അവർക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കും. ഈ റിസ്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാവാം, പക്ഷെ അധ്വാനിച്ചാലൊന്നും എപ്പോഴും കിട്ടിക്കോളുന്നില്ലല്ലോ. എല്ലാ അധ്വാനിക്കുന്നവർക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന ഒരു സമ്മാനമാണ് റിസ്ക്. അതിന്റെ അളവും അത് എപ്പോൾ എങ്ങനെ നൽകണം എന്നുള്ളതിന്റെ തീരുമാനവും അതിന്റെ ഹിക്മത്ത് അള്ളാഹുവിന്റെ പക്കൽ മാത്രം നിക്ഷിപ്തമാണ്. അപ്പൊ ആ രീതിയിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, തഖ്വയുള്ളവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നതാണ് എന്നതാണ്. അപ്പോൾ തഖ്വ റിസ്ക്കിന്റെ ഒരു വഴിയാണ്. നമ്മൾ കണക്കുകൂട്ടുന്ന ഭൗതികമായ മാർഗങ്ങൾ മാത്രമല്ല റിസ്ക്കിനുള്ളത്, അല്ലെങ്കിൽ അതിലൂടെ മാത്രമായിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അതിന്റെ ഫലമായും അള്ളാഹു ഇത് നൽകുന്നതാണ് എന്ന് ഇവിടെ പഠിപ്പിക്കാം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് മഖ്റജ്, രണ്ടാമത്തേത് റിസ്ക്. ഈ രണ്ട് കാര്യങ്ങളും കിട്ടാൻ വമൻ യത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ധർമ്മബോധം എന്ന് ലളിതമായ മലയാളത്തിൽ വേണമെങ്കിൽ അതിനെ തർജ്ജമ ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ അപ്പുറത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അതിന്റെ വിശദീകരിച്ച രൂപം എന്ന് പറയുന്നത്, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുറേ നന്മകൾ ചെയ്യുന്നു, എല്ലാ ആരാധനകളും നിർവഹിക്കുന്നു, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഹറാമും ചെയ്യുന്നു എങ്കിൽ അയാൾ തഖ്വയുള്ളവനാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം തഖ്വയിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഹറാമുകൾ ഒഴിവാക്കലാണ്. പിന്നെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. ഹക്കുകൾ, ഫർളുകൾ തഖ്വയുടെ ഭാഗമാണ്. ഇത് രണ്ടും ഒരുപോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ഹറാമുകളല്ലാത്ത വേറെ കുറേ തെറ്റുകളുണ്ട്, ആ തെറ്റുകൾ ചെയ്യാതിരിക്കലാണ്. നാലാമത്തേത് ഫർളല്ലാത്ത കുറേ അധികം നന്മകളുണ്ട് ലോകത്ത്. ഫർളിൽ മാത്രം പരിമിതമല്ലല്ലോ നന്മകൾ, അങ്ങനെയുള്ള നന്മകൾ ചെയ്യലാണ്. ഇപ്പൊ ഹറാമുകൾ ചെയ്യാതിരിക്കുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുക, അള്ളാഹു തെറ്റായി പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരമാവധി പരിശ്രമിക്കുക, നന്മ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവയിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് നിർവഹിക്കുക. ഇതാണ് തഖ്വ. അപ്പൊ ഹറാം ഒഴിവാക്കലാണ് തഖ്വയുടെ ഒന്നാമത്തെ പടി, അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ പ്രാധാന്യമുള്ളത് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പൊ അതാണ് തഖ്വ. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു റിസ്ക് നൽകിക്കൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേത് നമസ്കാരമാണ്, സലാത്ത്. നമസ്കരിക്കുന്നവർക്ക് റിസ്ക് കിട്ടുമെന്ന് കുറേ നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന് തീരുമാനിക്കാൻ പാടില്ല. നമസ്കാരത്തോടൊപ്പം വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ നമസ്കാരത്തെ പരിശുദ്ധ ഖുർആൻ റിസ്ക്കിന്റെ മാർഗമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇണകൾ, അതുപോലെ തന്നെ മറ്റ് മതാഴുകൾ, നമ്മുടെ കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന കുറേയധികം അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനും ആസ്വദിക്കാനും ഉള്ളവയാണ്. എന്നിരിക്കെ തന്നെ വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ, അള്ളാഹു തരുന്ന റിസ്കുകൾ, ബാക്കിയുള്ള റിസ്കുകളൊക്കെ നമ്മൾ സ്വന്തം കണ്ടെത്തുന്നതാണ് എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നാം സ്വയം അധ്വാനിച്ച് കണ്ടെത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി. അതല്ലാതെ തന്നെ നമുക്ക് ധാരാളം കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ അധ്വാനമില്ലാതെയും നൽകുന്നുണ്ട്. ഇപ്പോൾ റിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ, അള്ളാഹുവിൻ്റെ റിസ്ക് അതാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വഅബ്ഖ എന്നതും അവശേഷിക്കുന്നത്, നശിച്ചു പോകാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുനിയാവിനപ്പുറമുള്ള കാര്യങ്ങളെ കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തും നിങ്ങൾക്ക് റിസ്ക് നൽകിക്കൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നിങ്ങൾ കുടുംബത്തോട് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ആളുകൾക്കിടയിലൊക്കെ നമസ്കാരത്തെ കൽപ്പിക്കുക, നമസ്കാരത്തെ പ്രചരിപ്പിക്കുക. വസ്തബിർ അലൈഹ, നിങ്ങൾ അതിൽ സ്വയം ക്ഷമയോടുകൂടി അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നവരായി തീരുകയും ചെയ്യുക.
ലാ നസ്അലുക റിസ്ഖ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ നാം നിങ്ങളോട് എന്തെങ്കിലും ഇങ്ങോട്ട് റിസ്ക് ചോദിക്കുന്നില്ല. അള്ളാഹ് പറയാണ്, നാം നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. നാം നിങ്ങൾക്കാണ് റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നമസ്കരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നതിന്റെ പേരിൽ, ഞാൻ ഈ കൽപ്പന നടത്തിയത് അനുസരിക്കുന്നതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും റിസ്ക്കായി നൽകണമെന്നില്ല. ഞാൻ നിങ്ങൾക്കാണ് റിസ്ക് നൽകുന്നത്. നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ. അതിന്റെ ഏറ്റവും നല്ല പര്യവസാനം തഖ്വയുള്ളവർക്ക് പരലോകത്തിൽ ലഭ്യമാവുകയും ചെയ്യും, ദുനിയാവിലും തന്നെ. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകുന്നു റിസ്ക് നൽകുന്നത്. എന്തിന്റെ പേരിൽ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നമസ്കാരം കൽപ്പിക്കുകയും സ്വയം നമസ്കരിക്കുകയും അതിനെ നിലനിർത്തുകയും അതിൽ ക്ഷമയും സഹനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് നിർവഹിക്കുകയും ചെയ്യുന്നവർക്ക് നഹ്നു നർസുഖുക, നാം റിസ്ക് നൽകുന്നതാകും. നിസ്കാരവും റിസ്ക്കും തമ്മിൽ നേർക്കുനേരെ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പുറം കണ്ണുകൊണ്ട് നോക്കിയാൽ ബന്ധമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖിനെയും നമസ്കാരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ കൊണ്ട്, നമ്മുടെ ഭാവനയിൽ കാണുന്ന ചിത്രങ്ങൾ കൊണ്ട് നാം ഒരിക്കലും നമസ്കാരം കൊണ്ട് റിസ്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല ഉണ്ടാവുക. ജീവിതത്തിൽ മൊത്തം കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ നമസ്കാരവും നിങ്ങളുടെ റിസ്ക് കിട്ടുന്നതിന് സഹായകരമാവും. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, പരിശ്രമിക്കുന്നു, പണിയെടുക്കുന്നു, നമ്മുടെ കഴിവും യോഗ്യതയും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ എഫേർട്ട് ഇടുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ ശരിയാവേണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരവും തഖ്വയും എന്ന് പരിശുദ്ധ ഖുർആൻ റിസ്കുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടുന്നു, അദ്ദേഹം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. സഹാബത്തിന്റെ കൂട്ടത്തിൽ കുറേ അധികം ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാവരുടെ കഥകളിലും അത് കാണാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളിൽ അദ്ദേഹം മറ്റുള്ളവരോട് നമസ്കാരം കൽപ്പിക്കുമ്പോൾ രാത്രിയിൽ തന്റെ അനുചരന്മാരെയോ കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്തുമ്പോൾ ഈ ആയത്ത് ഓതിയിട്ട് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വ എന്ന് ഓതിയിട്ട് അവരെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് തേടുക, ചെയ്ത പാപങ്ങൾക്ക് പാപമോചനം അർത്ഥിക്കുക എന്നുള്ളതാണ് ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം. അപ്പോൾ നേർക്കുനേർ ഇസ്തിഗ്ഫാർ കൊണ്ട് റിസ്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയങ്ങൾ ഉണ്ടാവാം. ഒരിക്കൽ ഇമാം ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ ഷക്കാ റജുലുൻ ഇലൽ ഹസൻ അൽ ബസ്രി അൽ ജദൂബ, നാട്ടിൽ ബാധിച്ചിരിക്കുന്ന വരൾച്ചയെക്കുറിച്ച് പരാതി പറയാൻ ഇമാമിന്റെ അടുത്ത് ഒരാൾ വന്നു. അപ്പം ഇമാം അദ്ദേഹത്തിന് ഉപദേശിച്ചു, ഇസ്തഗ്ഫിറില്ല, നീ ഇസ്തിഗ്ഫാർ ചെയ്യൂ, പരിഹാരമുണ്ടാവും. അദ്ദേഹം പോയി. വേറൊരാള് ഫഖറാണ് പരാതിയായിട്ട് പറഞ്ഞത്, ദാരിദ്ര്യം, ബുദ്ധിമുട്ടുകൾ, ഭക്ഷണമില്ല, പണമില്ല. അദ്ദേഹത്തോടും ഇസ്തഗ്ഫിറില്ല. മറ്റൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മക്കളില്ല, സന്താനഭാഗ്യമില്ലാത്തയാൾ, അതിന്റെ പരാതിയാണ് ബോധിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, ഇസ്തിഗ്ഫാർ നടത്തൂ. മറ്റൊരാൾ തന്റെ ജഫാഫ ബുസ്താനിഹി, തന്റെ തോട്ടം ഉണങ്ങിപ്പോയി, വെള്ളം നനച്ചിട്ടും മരുന്നിട്ടിട്ടും ഒന്നും കാര്യമില്ല, അപ്പോൾ ഉണങ്ങിപ്പോവാണ്, എന്തു ചെയ്യും? അദ്ദേഹത്തോടും ഇസ്തഗ്ഫിറില്ല, താങ്കൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ എന്ന് പഠിപ്പിച്ചു. ഈ ആളുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇമാമിനോട് കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ ചോദിച്ചു, താങ്കളുടെ അടുത്ത് 4 പേര് വന്നു, താങ്കളോട് മതാക റിജാൽ യഷ്കൂന അൻവാഅൻ, പല പരാതികൾ പറഞ്ഞുകൊണ്ട് ആളുകൾ താങ്കളുടെ അടുത്ത് വന്നു. അമർത്തഹും കുല്ലഹും ബിൽ ഇസ്തിഗ്ഫാർ, എല്ലാവരോടും ഇസ്തിഗ്ഫാർ ചെയ്യാനാണല്ലോ താങ്കൾ കൽപ്പിച്ചത്, എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഇമാം അവറുകൾ പറഞ്ഞു, മാ ഖുൽതു മിൻ ഇൻദി ഷൈഅൻ, ഇത് ഞാൻ എൻ്റെ അടുത്ത് നിട്ടതല്ല, ഞാൻ എൻ്റെ അടുത്തുനിന്നായിട്ട് പറഞ്ഞു കൊടുത്തതല്ല. ഇത് ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു ഫീ സൂറത്തി നൂഹ്, സൂറത്ത് നൂഹിൽ അല്ലാഹു അസ്സ വജല്ല ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. നൂഹ് അലൈഹിസ്സലാം തന്റെ ജനതയോട് ഇപ്രകാരം ഉപദേശിക്കുന്നതിനെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാം, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, അവൻ ഗഫാറാകുന്നു, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. അങ്ങനെ ചെയ്താൽ ആകാശത്ത് നിന്ന് ധാരാളമായിട്ട് മഴ നിങ്ങൾക്ക് അവൻ വർഷിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ വരൾച്ചയുള്ള സമയത്ത്, ബുദ്ധിമുട്ടായ സമയത്ത് കൂടിയാണ് ഇത് പറയുന്നത്. നൂഹ് അലൈഹി സ്വലാം കപ്പലുണ്ടാക്കിയപ്പോൾ ആളുകൾ കളിയാക്കിയതിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. വെള്ളമില്ലാത്ത വരൾച്ചയുള്ള ഈ സമയത്ത് എന്തിന് കപ്പലുണ്ടാക്കുന്നു എന്ന് കളിയാക്കിയവരെ കുറിച്ച് അറിയാം. അപ്പൊ ആ നാട്ടിൽ ബാധിച്ച പ്രയാസത്തിന്റെ സന്ദർഭത്തിലായിരിക്കാം ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഉപദേശം അവർക്ക് നൂഹ് അലൈഹി സ്വലാം നൽകുന്നത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ധാരാളമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
വർഷിപ്പിച്ചു തരുന്നതാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത്, സന്താനങ്ങൾ, അതുപോലെ തന്നെ തോട്ടങ്ങൾ, ആ തോട്ടങ്ങൾക്കിടയിൽ അരുവികൾ, ഇവയെല്ലാം ഉണ്ടാക്കിത്തരാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ്. എങ്ങനെ ചെയ്താൽ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യൂ. ഇസ്തിഗ്ഫാറിന്റെ ഫലമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം എന്നതാണ് റിസ്ഖിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഭൗതികമായി കണക്ക് കൂട്ടുന്ന കാര്യങ്ങളോ നാം ഭാവനയിൽ കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുന്ന വിഷയങ്ങളോ അതൊക്കെ ആവശ്യമാണ്, അതിൻ്റെ വഴിക്ക് അതൊക്കെ അതിന് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്, സംശയം അതിലില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ദുനിയാവിൽ നിങ്ങൾക്ക് എല്ലാം കരസ്ഥമാക്കാം, അള്ളാഹുവിൻ്റെ റിസ്ക് നിങ്ങൾക്ക് അങ്ങനെ വന്നുകൊള്ളും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമത്തേത് അൽ ഇൻഫാഖ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു പക്ഷേ പരിമിതമായി പോകും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹലാലായ രീതിയിൽ നാം ചെയ്യുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു പദമായിട്ട് വേണമെങ്കിൽ അതിനെ പരിചയപ്പെടുത്താം. ഒരു മോശമായ കാര്യത്തിന് പണം ചെലവഴിക്കുന്നതിന് ഇൻഫാഖ് എന്ന് പറയാൻ പറ്റൂല. ഇൻഫാഖ് എന്നതിന് ക്രിയാത്മകമായ അർത്ഥം മാത്രമേ ഉള്ളൂ, പോസിറ്റീവായിട്ടുള്ളൊരു മീനിങ് മാത്രമാണ് ഇൻഫാഖ് എന്ന പദത്തിന് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാൻ കഴിയുള്ളൂ. ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ക്രിയാത്മകമായ രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതോ നമ്മുടെ സമ്പത്തിനെ തന്നെ സ്വയം വളർത്താൻ ആവശ്യമായിട്ടുള്ള രീതിയിലോ ചെലവഴിക്കുകയാണെങ്കിൽ, അതിനെ വ്യയം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ പറയാവുന്ന കാര്യമാണെന്ത് അൽ ഇൻഫാഖ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സദഖയും സക്കാത്തും അതിന്റെ ഭാഗമാണ്. നാം നമ്മുടെ ബിസിനസ്സിലോ മറ്റു കച്ചവടങ്ങൾക്കോ ഒക്കെ റിട്ടേൺ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളോ മറ്റൊക്കെ ആണെങ്കിലും അത് ക്രിയാത്മകമാണെങ്കിൽ, ഹലാലാണെങ്കിൽ അതിന് ഇൻഫാഖ് എന്ന് പറയാവുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഇൻഫാഖ് റിസ്ക് കിട്ടാനുള്ള വഴിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് ചില ആളുകൾക്ക് ധാരാളമായിട്ട് നൽകുന്നു, വേറെ ചില ആളുകൾക്ക് പിടിച്ചു കൊടുക്കുന്നു. വയഖ്ദിറു ലഹു, കണക്കിന് മാത്രം, കുറച്ച് മാത്രം കൊടുക്കുന്നു. അതിന്റെ ഹിക്മത്ത് എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് എന്താണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അള്ളാഹ്ക്ക് മാത്രമാണ് അതറിയുള്ളൂ. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. എന്നാൽ നിങ്ങൾ ഇൻഫാഖ് ചെയ്താൽ, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നിർവചന പ്രകാരമുള്ള സാമ്പത്തിക വ്യയമാണ്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫഹുവ യുഖ്ലിഫു, അത് നിങ്ങൾക്ക് പകരം കിട്ടും. ഇൻഫാഖ് ചെയ്താൽ അതിന് പകരം നിങ്ങൾക്ക് ലഭ്യമാകും. വഹുവ ഖൈറുർ റാസിഖീൻ, അവൻ റാസിഖീങ്ങളിൽ ഏറ്റവും നല്ല റാസിഖാകുന്നു. തരുന്നവരിൽ, റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും നല്ല റസാഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇൻഫാഖ് ചെയ്യൂ, അള്ളാഹുവിന്റെ റിസ്ക് നേടൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുന്നത്. ഇത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഒരു വഴിയാണ്. റിസ്ക് നേടാനുള്ള വഴികൾ ഇതൊക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഹദീസിൽ, ഒരു ഖുദ്സിയായ ഹദീസിൽ, ഖാല അല്ലാഹു അസ്സ വജല്ല, അള്ളാഹു പറഞ്ഞു, അൻഫിഖ് ഉൻഫിഖ് അലൈക്, നീ ഇൻഫാഖ് ചെയ്യൂ, നിന്റെ മേൽ ഇൻഫാഖ് ചെയ്യപ്പെടും. നീ ചെലവഴിച്ചാൽ നിനക്കത് തിരിച്ചു കിട്ടും എന്ന് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത കരങ്ങളാണ് അള്ളാഹുവിൻ്റെത്. അവന്റെ കൈകളിൽ എപ്പോഴും നിറയെ സാധനങ്ങളുണ്ട്. നിറയെ എന്ന് പറയുന്നത് പോലും നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണോ. നമുക്ക് കുറച്ച് എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഡിക്ഷണറിയിലെ പദങ്ങളാണ്. ഈ ദുനിയാവ് മുഴുവൻ ഒരാളുടേതാണെങ്കിൽ അയാൾക്ക് കുറെ എന്ന് പറയുന്ന പദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അള്ളാഹുവിന് കുറച്ച് എന്ന പദങ്ങൾ അള്ളാഹുവിന് പ്രസക്തമല്ല. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ പറയുന്ന ഭാഷയിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, യദുല്ലാഹി മൽആ, അള്ളാഹുവിന്റെ കരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ലാ തഗീലുഹാ നഫഖ, ഒരു നഫഖത്ത്, ഒരു ചിലവ് വന്നു എന്ന് വിചാരിച്ചിട്ട് തീർന്നു പോകുന്നതല്ല അള്ളാഹുവിന്റെ കയ്യിലുള്ള അവന്റെ റിസ്ക്. സഹാ ഉല്ലൈലി വന്നഹാർ, സഹാ ഉല്ലൈല വന്നഹാർ, പകലിലും രാത്രിയിലും അവൻ ഉദാരമായി അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, റിസ്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, അറഅയ്തും മാ അൻഫഖ മുൻദു ഖലഖസ് സമാഅ വൽ അർദ്, ആകാശഭൂമികളെ പടച്ച 1-ാം തീയതി മുതൽ ഇതുവരെയും അവൻ ചെലവഴിച്ചതിന്റെ കണക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ കണക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ? ഫഇന്നഹു ലം യഗ്ദ് മാ ഫി യദി, ഇതുവരെ ചെലവഴിച്ചിട്ടും തീരാത്തതല്ലേ അവന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് വകാന അർശുഹു അലൽ മാഇ വബിയദിഹിൽ മീസാനു യഖ്ഫിദു വയർഫഅ, അവന്റെ സിംഹാസനം ജലത്തിന് മുകളിൽ വെച്ചവൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഈ ലോകത്തിന്റെ ബാലൻസ് അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. വഫിയദിഹി അൽ മീസാൻ, സ്കെയിൽ അഥവാ തുലാസ്. മീസാൻ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും അളവുകോലാണ്. എവിടെ യഖ്ഫിദു വയർഫഅ, അവൻ ചിലപ്പോൾ താത്തും ചിലപ്പോൾ അവൻ പൊന്തിക്കും. ഇതൊക്കെ അവന്റെ കരങ്ങളിലാണ് ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവുമുള്ളത്.
അവന്റെ കൈകളിലാണ് ഇതിന്റെ ഉയർച്ചയും താഴ്ചയും, ഇതിന്റെ ബാലൻസ്. അതാണ് മീസാൻ എന്ന് പറഞ്ഞാൽ, സന്തുലിതാവസ്ഥ. ഇവിടെ എത്ര കൊടുക്കണം, എങ്ങനെ വലിക്കണം, എത്ര കുറക്കണം എന്നൊക്കെ അള്ളാഹുവിന്റെ കരങ്ങളിലാണ്. ഈ എല്ലാം ഉള്ളവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻഫാഖ് ചെയ്തു, ഒരു നഫഖത്ത് കൊണ്ട് കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ. അൻഫിഖ് യബ്ന ആദമ ഉൻഫിഖ് അലൈക്, അല്ലയോ മനുഷ്യ നീ ഇൻഫാഖ് ചെയ്യൂ, നിന്റെ മേൽ ഇൻഫാഖ് ചെയ്യപ്പെടുന്നതാണ് എന്ന് ഖുർആൻ, എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അതും ഖുദ്സിയായ ഒരു ഹദീസാണ്. അഞ്ചാമത്തേത് തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്. തവാക്കുൽ എന്ന കാഴ്ചപ്പാടിന്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തവക്കുലാണ്, മറ്റു തവാക്കുലാണ്. തവക്കുൽ എന്താണെന്ന് മനസ്സിലാക്കാൻ തവാക്കുൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് തവക്കുൽ. തവാക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കാതെ നമ്മളിങ്ങനെ വിഭാവനയിൽ കാണലാണ്. കാര്യങ്ങൾ നടന്നു കിട്ടും, അവിടെ വിചാരിപ്പത്തിന് കാര്യങ്ങൾ നടക്കും, പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും, അങ്ങനെയുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. പക്ഷെ നമ്മളൊരു പണിയെടുക്കാതെ വെറുതെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ ഭാഗത്തുള്ള അധ്വാനം ആവശ്യമുണ്ട്. എന്നാലും പ്രാർത്ഥിക്കണതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അള്ളാഹു എല്ലാം തരാൻ കഴിവുള്ളവനാണ്. ഒരുപക്ഷെ നമ്മൾ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണല്ലോ. ഒരുപക്ഷെ എല്ലാം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ആ രീതിയിൽ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കൂ. അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗത്തൊരു പണിയെടുക്കുക എന്നുള്ളതും ഉണ്ടായിരിക്കണം. അങ്ങനെ പണിയെടുക്കാതെ നമ്മൾ വിചാരിക്കൽ മാത്രമാണ് എന്ത് തവാക്കുൽ. അതേ സമയത്ത് നാം പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കുന്നു, നമ്മൾ ആലോചിക്കുന്നു, അധ്വാനിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അവനിൽ ഭരമേൽപ്പിക്കുന്നു. അതിനെയാണ് തവക്കുൽ എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹുവിൽ ആരെങ്കിലും തവക്കുൽ ചെയ്താൽ അവൻ അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. ഇന്നല്ലാഹ ബാലിഗു അംരി. അള്ളാഹു അവന്റെ കാര്യങ്ങൾ നടത്തുന്നവനാണ്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. ബാലിഗു അംരി. അവന്റെ കാര്യങ്ങൾ എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടേക്ക് അവൻ എത്തും എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നതാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തയ്ർ. നിങ്ങൾ അള്ളാഹുവിൽ എങ്ങനെയാണോ തവക്കുൽ ചെയ്യേണ്ടത് അപ്രകാരം തവക്കുൽ ചെയ്താൽ, അതിന്റെ ശരിയായ രൂപത്തിൽ ചെയ്യണം. പണിയെടുത്തുകൊണ്ട്, അധ്വാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് തവക്കുൽ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പക്ഷികൾക്ക് ആഹാരം നൽകുന്നത് പോലെ റിസ്ക് നൽകുന്നതാകുന്നു. എങ്ങനെയാണ് പക്ഷികൾക്ക് അള്ളാഹു ആഹാരം നൽകുന്നത്? യഗ്ദു ഹിമാസൻ വതറൂഹ ബിതാന. അത് അതിന്റെ കൂട്ടിൽ നിന്ന് പുറപ്പെട്ടത് വയറൊട്ടിയിട്ടാണ്, വിശന്നിട്ടാണ്. തിരിച്ചു വന്നതോ വയർ നിറച്ചിട്ടാണ്. ഇതിന് ആഹാരം എവിടെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു മുന്നറിവ് കൊണ്ടായിരിക്കുകയില്ല ഒരു പക്ഷി തന്റെ കൂട്ടിൽ നിന്ന് പുറപ്പെടുന്നത്. അത് പുറപ്പെട്ടു, അതിന്റെ ഭക്ഷണം കണ്ടെത്തി തിരിച്ചു വന്നു. ഇതുപോലെ അള്ളാഹു ഇത്ര ലളിതമായി, ഇത്ര ഈസിയായി, അതിന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. അതിന്റെ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്ര ലളിതമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ തവക്കുൽ ചെയ്താൽ പക്ഷികൾ ആഹാരം കഴിച്ച് കൂട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ റിസ്ക് നേടി നിങ്ങളും നിങ്ങളുടെ കൂട്ടിലേക്ക് മടങ്ങും. അത്ര ലളിതമാണ് കാര്യങ്ങൾ. നമുക്കാണ് ഇടങ്ങേറ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഞൊടിയിടയിൽ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് അള്ളാഹു. അപ്പൊ നമ്മുടെ റിസ്കിൽ വർധനവുണ്ടാകുവാൻ, നമ്മുടെ റിസ്കിൽ കാര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും ഒക്കെ അള്ളാഹുവിനോട് ചോദിച്ചാൽ തവക്കുലോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പക്ഷികൾക്ക് ആഹാരം നൽകുന്ന മാത്രയിൽ, അത്ര ഈസിയിൽ അള്ളാഹു നിങ്ങളുടെ റിസ്കിലും വർധനവുണ്ടാക്കി തരുന്നതാകുന്നു എന്ന കാര്യം. ആറാമത്തേതും അവസാനത്തേതും ബദ്ലുൽ അസ്ബാബ്. ഈ അവസാനം പറഞ്ഞ കാര്യം ആറാമത്തേതാണെന്ന് അവസാനത്തേതല്ലേ വലിയ ആറാമത്തെ പ്രാധാന്യമുള്ളൂ? അങ്ങനെയല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 6 കാര്യങ്ങൾ നമ്പറിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിൽ ആദ്യം ഏത്, രണ്ടാമത്തേത് ഏത് എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതിലേറ്റവും പ്രാധാന്യമുണ്ട് തഖ്വക്കും നിസ്കാരത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയും ഇതെല്ലാം തന്നെ ഒരു എന്താണ് പറയുക, ഒരു മുത്തക്കാമിലായ കാര്യങ്ങളാണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. കാരണം എല്ലാം പരസ്പര ബന്ധിതമാണ്. ഏതിലൊന്ന് ഒഴിവാക്കിയിട്ട് മറ്റേതെന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ആറാമത്തേത് ബദ്ലുൽ അസ്ബാബാണ്. നാം പണിയെടുക്കുക, അധ്വാനിക്കുക, അതിന് ആവശ്യമായ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജോലിയൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ജോലി, നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്കില്ലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായ അധ്വാനത്തിലൂടെ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ കഴിവുകൾ, ഇതൊക്കെ അതിനാവശ്യമായ അസ്ബാബുകളാണ്, അതിനാവശ്യമായ മാർഗങ്ങളാണ്. ഈ മാർഗങ്ങളെ നാം ചിലവഴിക്കണം, അതിനെ ചെയ്യണം. അപ്പോഴാണ് കിട്ടുക. അല്ലാതെ വെറുതെ കാര്യങ്ങൾ കിട്ടൂല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പക്ഷിയുടെ ഉദാഹരണം ഹദീസിൽ വന്നല്ലോ. ആ പക്ഷി റിസ്ക് കൂട്ടിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കല്ല ചെയ്യുന്നത്. ആ പക്ഷി അതിന്റെ ചിറക് ഉപയോഗിച്ചുകൊണ്ട് പറന്നുപോയി കണ്ടെത്തി തിരിച്ചു വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അധ്വാനമുണ്ട്. ആ പക്ഷി പറന്നു പോകണം. അതുപോലെ തന്നെ അതിൻ്റെതായ ശാരീരികമായ അധ്വാനമുണ്ട്, കണ്ടെത്താനുള്ള പരിശ്രമമുണ്ട്. അങ്ങനെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. അതിനോട് മറ്റെല്ലാ കാര്യങ്ങളും പരസ്പര ബന്ധിതമായി നിൽക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ മറിയം അലൈഹിസ്സലാമയുടെ കാര്യത്തിൽ എല്ലാം അത്ഭുതകരമായിരുന്നു.
ഈസാ അലൈഹി ഇസ്ലാമയുടെ ജനനം ഒരു അത്ഭുതമാണ്. പുരുഷന്റെ സ്പർശനമില്ലാതെയാണ് ജനിക്കുന്നത്. മെഹ്റാബിൽ ഭക്ഷണം എങ്ങനെ എത്തി എന്ന് സക്കറിയ അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോൾ മറിയം അലൈഹി ഇസ്ലാം അള്ളാഹുവിനെയാണ് ഉദ്ധരിക്കുന്നത്. ഇത് അള്ളാഹിന്റെ അനുഗ്രഹമാണ്. ഇങ്ങനെ എല്ലാ അത്ഭുതങ്ങളായി നടക്കുന്നതിനിടയിൽ മറിയം അലൈഹിസ്സലാമയോട് അള്ളാഹു ഇപ്രകാരം കൽപ്പിക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടി, ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയ, നല്ല പാകമായ ഈത്തപ്പഴങ്ങൾ ആ പനയിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അത്ഭുതകരമായി നിർവഹിച്ച അള്ളാഹുവിനോട് അത് താഴത്തേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഒന്ന് എഴുന്നേറ്റ് പോയി ആ പട്ടയൊന്ന് കുലുക്കൂ, അതിൻ്റെ തണ്ട് പിടിച്ചൊന്ന് വലിക്കൂ, അപ്പൊ അത് താഴത്തേക്ക് വരും. ഒരു വെറുതെ വരൂല. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹുസ്സി ഇലൈ ബിജിദ്ഇൻ നഖ്ലതി, ഒന്നൊന്ന് പിടിച്ചു വലിക്കണം അങ്ങോട്ട്, അപ്പൊ താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ചെറിയ ഒരു ഭാഗം മറിയം അലൈഹി ഇസ്ലാമുക്ക് വിട്ടുകൊടുത്തിട്ടാണ് റിസ്ക് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ അധ്വാനം ആവശ്യമാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരേ പ്രാധാന്യത്തോടു കൂടി അതിനെ മനസ്സിലാക്കുക. തഖ്വ, അതുപോലെ തന്നെ സലാത്ത്, ഇസ്തിഗ്ഫാർ, ഇൻഫാഖ്, തവക്കുല്, ബദ്ലുൽ അസ്ബാബ്, ഈ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് സമ്മേളിപ്പിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ ഒരു വഴി അന്വേഷിക്കുകയാണെങ്കിൽ അതാകുന്ന റിസ്ഖിന്റെ വഴി നിങ്ങൾക്കത് ലഭ്യമാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു അവൻ റസാഖാണ്, നമുക്ക് റിസ്ക് നൽകുന്നവനാണ്. അള്ളാഹുവിന്റെ റിസ്ക് ലഭ്യമാകുന്ന നല്ലവരായ അവന്റെ അടിമകളിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശ്ശുക്റു ലഹു അലാ തൗഫീഖിഹി വനിഅമിഹി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ വഅലമു അന്നല്ലാഹ അമറകും ബിഅംറിൻ ബദഅ ഫീഹി ബിനഫ്സിഹി ഫഖാല ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم ارض عن الخلفاء الراشدين المهديين الأمراء المرشدين أبي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين وأذل الظلم والظالمين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله يعلم ما تصنعون وأقم الصلاة.